അങ്ങനെ 2025 നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. 2026 പുലരിയിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ്. ഏവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. 2026 നന്മയും സന്തോഷവും നിറഞ്ഞ ഒരു വർഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ന്യൂ ഇയർ വരുമ്പോഴും നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് അല്ലേ? എന്നിട്ടോ ജനുവരി ആറ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പഴയ റെസൊല്യൂഷനിലേക്ക് നമ്മൾ അങ്ങനെ പോവുകയും ചെയ്യും. ആ വർഷം കടന്നു പോകുന്നത് നമ്മൾ അറിയാറേ ഇല്ല. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് റെസൊല്യൂഷൻസ് ഒന്നും എടുത്ത് വെറുതെ തീരുമാനങ്ങളിലേക്ക് പോകണ്ട. ഒന്നോ രണ്ടോ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്ന് മാത്രം നമുക്ക് എടുക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സമയം ചെലവഴിക്കുന്ന ഒന്നെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ സങ്കടങ്ങളെ ഓർത്തും വരാനിരിക്കുന്ന കാര്യങ്ങളെ ഓർത്തുകൊണ്ടും സമയം ചെലവഴിച്ച് ഇന്നിനെ കളഞ്ഞു കുളിക്കുക എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടി ചെലവഴിക്കുന്ന സമയം നമുക്കൊന്ന് കുറച്ചുകൊണ്ട് വന്നാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ കാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം നമുക്ക് കുറച്ചൊക്കെ ലഭിക്കും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുമ്പോഴാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ഫാമിലിയിലാണെങ്കിലും എവിടെയൊക്കെ നമ്മൾ ആർക്കൊക്കെ നല്ല പരിഗണന കൊടുത്തോ ആ പരിഗണന കൊടുത്തവരൊക്കെ നമുക്ക് പിന്നീട് കുറെ കഴിയുമ്പോൾ അവര് തന്നെ അവർക്ക് സങ്കടം സമ്മാനിച്ചു എന്നുള്ള ലെവലിലേക്ക് വരും. അപ്പൊ അത് നമ്മൾ ഏതൊരാളോടാണെങ്കിലും നമുക്ക് ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സങ്കടപ്പെടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വർഷം നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാം, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാണിക്കാനുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു വർഷമായിട്ട് മാറണം 2025. ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. അവരൊക്കെ അവർ വിചാരിച്ച പോലെ അത്രയ്ക്ക് നടന്നിട്ടില്ലെങ്കിലും കുറേയൊക്കെ അവർ വിചാരിച്ച തീരുമാനങ്ങൾ അവർക്ക് ജീവിതത്തിൽ നടപ്പിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ നമുക്കും എന്ത് ചെയ്യണം? ജീവിതത്തിൽ രക്ഷപ്പെടുക എന്നുള്ളത്, അതൊരു ലക്ഷ്യം നമ്മൾ കണ്ടിട്ട് ആ ലക്ഷ്യം പൂർത്തിയാക്കുക. ഒരു ജോലിയൊക്കെ നേടി നമ്മുടേതായിട്ടുള്ള ചെലവുകൾക്കും നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾക്കൊക്കെ നമ്മുടെ ചെലവിൽ തന്നെ അതെല്ലാം പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വപ്നം. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്ക് 2026 ടേണിംഗ് പോയിന്റ് ആവുന്ന വർഷമായി മാറണം. ഒരുപാട് പരീക്ഷകളൊക്കെ ഇപ്പൊ PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ ഒരുപാട് പരീക്ഷകളും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാനുണ്ട്, വരാനുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം എൻ്റെ ജീവിത ലക്ഷ്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം? പൂർത്തീകരിക്കാൻ പറ്റണം. അതിന് 2026 ഒരു നിമിത്തമായി മാറണം. സോ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിക്കട്ടെ. അവനവൻ്റെ അഭിപ്രായങ്ങൾക്ക് വില വരുന്ന, അവനവൻ്റെ നിലനിൽപ്പിന് അവനവൻ തന്നെ ചെലവഴിക്കുന്ന ഒരു ദിവസം വരും എന്ന പ്രതീക്ഷയോടുകൂടെ ഈ 2026 നമുക്ക് സ്വീകരിക്കാം. നല്ല സന്തോഷത്തോടുകൂടെ തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.